നോൺ വെജ് ഇല്ലാതെ ആഹാരം ഇറങ്ങില്ല എന്ന് പറയുന്നവർ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ബീഫ് ഫ്രൈഡ് ടേസ്റ്റുള്ള ഈ സോയാ ബോൾ ഫ്രൈ ഉണ്ടാക്കുന്ന വിധം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം. അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടാണ് വെള്ളം വെക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ ഈ സോയാ ബോൾ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കുതിർത്തെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് ഈ സോയാ ബോളിലേക്ക് നമ്മൾ മുളക് പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കേണ്ടതാണ്. ഇനി വറ്റൽമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് തല്ലിയെടുക്കുക, ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞ് കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചത് അതിലേക്ക് ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ പുരട്ടി വെച്ചിരിക്കുന്ന സോയാ ബോൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവാനായിട്ട് മൂടി വയ്ക്കുക. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് പിന്നെയും അതുപോലെ മൂടി വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. കറി റെഡിയായി കഴിഞ്ഞു. ശരിക്കും ബീഫ് ഫ്രൈഡ് അതേ ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.